സർക്കാരിന്റെ 4-ാം 100 ദിന പരിപാടി ജൂലൈ 15-ന് ആരംഭിക്കും. സാമൂഹിക പശ്ചാത്തല സൗകര്യ തൊഴിൽ മേഖലകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി. ഒക്ടോബർ 22-നാണ് പരിപാടി അവസാനിക്കുക. വിവരങ്ങൾ ഡി ബിനോയ് തന്നെ നൽകും. ബിനോയ്, നേരത്തെ സർക്കാർ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ 100 ദിന കർമ്മ പരിപാടി ആരംഭിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ഊന്നൽ? ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 4-ാം തവണയാണ് ഇത്തരത്തിൽ ഒരു 100 ദിന കർമ്മ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യവും 100 ദിന കർമ്മ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനകത്ത് ഓരോ സ്ഥലത്തിന്റെയും വികസനത്തിനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുക, പ്രത്യേകിച്ച് വീടില്ലാത്തവർക്ക് വീട്, ഒപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ ഈ വിഷമിക്കുന്നവർക്ക് പെൻഷൻ, ചികിത്സാ സഹായം ലഭ്യമാക്കാനുള്ളത്, അതിനുള്ള നടപടികൾ, അത്തരത്തിൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടും ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം 3-ാം പദ്ധതി പ്രകാരം 1295 പദ്ധതികൾ നടപ്പിലാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അതിൽ 1157 എണ്ണം വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക വാർത്താക്കുറിപ്പിൽ നിന്നും അറിയുവാൻ കഴിയുന്നത്. അതേസമയം 4-ാം പതിപ്പ് തുടങ്ങുന്നത് ജൂലൈ 15-ന് തുടങ്ങി ഒക്ടോബർ 22-ന് അവസാനിക്കുന്ന 100 ദിന കർമ്മ പരിപാടികളാണ്. ഇതിൽ പ്രധാനമായും വീട് ഇല്ലാത്തവർക്ക് വീട് നൽകുക, തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികളുള്ളവർക്ക് ആ പ്രശ്നം പരിഹരിക്കുക, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലും നെൽകൃഷി ഉൾപ്പെടെയുള്ളവയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഒപ്പം അവർക്ക് കിട്ടാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, അവരുടെ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാട് സംബന്ധിച്ചുള്ള നിലനിൽക്കുന്ന കേസുകൾ, ഇവയൊക്കെ തന്നെ പരിഹരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിൽ എത്ര പദ്ധതികൾ ഇത്തവണ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതുവരെയായും പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു ഓൺലൈൻ വഴി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളുടെ വിജയം, അല്ലെങ്കിൽ അവ എന്തുമാത്രം വിജയം കണ്ടു, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇതുവഴി ആശ്വാസം കിട്ടി എന്നുള്ള വിവരങ്ങൾ എല്ലാ ദിവസവും 100 ദിന പദ്ധതി തുടങ്ങിയതിനു ശേഷം എല്ലാ ദിവസവും കൃത്യമായും ഓൺലൈൻ വഴി പുറത്തുവിടും എന്നും സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ലബീഷ്. ശരി, സർക്കാരിന്റെ 4-ാം 100 ദിന പരിപാടി ജൂലൈ 15-ന് ആരംഭിക്കുകയാണ്.